ഇന്ത്യ സഖ്യം കടുത്ത ആശങ്കയിലാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇന്ത്യ സഖ്യം ആടിയുലയുന്നു എന്ന ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. ബി.ജെ.പിയുടെ തന്ത്രങ്ങളിൽ കുരുങ്ങിക്കിടക്കുകയാണ് ഇന്ത്യ സഖ്യം. കാരണം ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളെ പ്രത്യേകം സ്വാധീനിക്കാൻ ബി.ജെ.പിക്ക് കഴിയുന്നു. അങ്ങനെയെങ്കിൽ ബി.ജെ.പിയുടെ ആ ഡ്രീം പ്രൊജക്റ്റ് ഉടൻ തന്നെ ബി.ജെ.പി നടപ്പിലാക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. മണ്ഡല പുനർനിർണയവും വനിതാ സംവരണവും ഉൾപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബില്ലിനെ ചൊല്ലി കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടം വീണ്ടും ശക്തമാകുന്നുവെന്ന റിപ്പോർട്ടുകൾ വരുന്നു. 2026 ഏപ്രിലിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച 131 ഭരണഘടനാ ഭേദഗതി ബിൽ ആവശ്യമായ 2/3 ഭൂരിപക്ഷം നേടാനാകാതെ പരാജയപ്പെട്ടിരുന്നു. ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം 850 വർദ്ധിപ്പിക്കുകയും മണ്ഡല പുനർനിർണയത്തിന് ശേഷം വനിതാ സംവരണം നടപ്പാക്കുകയും ചെയ്യുക എന്നതായിരുന്നു ബില്ലിന്റെ പ്രധാന ലക്ഷ്യം. ഇപ്പോൾ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ബില്ല് വീണ്ടും അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നു എന്ന നിർണായകമായ വാർത്ത പുറത്തേക്ക് വരുന്നു. ഇതിനിടെ പ്രതിപക്ഷ പാർട്ടികളിലെ രാഷ്ട്രീയ നീക്കങ്ങൾ സർക്കാരിന് അനുകൂലമാകുന്നു എന്ന സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ട ഭിന്നത എൻ.ഡി.എക്ക് നേട്ടമാകുമെന്ന വിലയിരുത്തലുണ്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ 28 ലോക്സഭാ എംപിമാരിൽ 20 പേർ എൻ.ഡി.എയെ പിന്തുണയ്ക്കാൻ തയ്യാറാവും എന്ന സൂചനകളാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനൊപ്പം എൻ.സി.പി ശരത് പവാർ വിഭാഗം ബില്ലിനെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു വിലയിരുത്തലും ശക്തമാണ്. എല്ലാ സംസ്ഥാനങ്ങളിലുമായി ലോക്സഭാ സീറ്റുകൾ 50% വീതം വർദ്ധിപ്പിക്കുമെന്ന ഉറപ്പ് സർക്കാർ രേഖാമൂലം നൽകിയാൽ ബില്ലിനെ കുറിച്ച് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് സുപ്രിയ സുലെ വ്യക്തമാക്കിയിരുന്നു. ഈ നിർദ്ദേശം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചാൽ ശരത് പവാർ വിഭാഗത്തിന്റെ പിന്തുണയും ബില്ലിന് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം എതിർപ്പ് അറിയിച്ചിരുന്ന DMKയും നിലപാട് മയപ്പെടുത്തുന്നു എന്ന സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. കാരണം കോൺഗ്രസും TVKയും തമ്മിൽ തമിഴ്നാട്ടിൽ ഒരു സഖ്യം രൂപപ്പെട്ടിരിക്കുന്നു. അപ്പോൾ DMK അവിടെ രാഷ്ട്രീയ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ BJP ദേശീയ തലത്തിൽ പിന്തുണയ്ക്കാനുള്ള ചില നീക്കങ്ങൾ DMK നടത്തും എന്ന സൂചനകളുണ്ട്. ഭരണഘടനാ ഭേദഗതി പാസാക്കാൻ സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ 2/3 ഭൂരിപക്ഷം നിർബന്ധമാണ്. എല്ലാ അംഗങ്ങളും ഹാജരായ ലോക്സഭയിൽ കുറഞ്ഞത് 360 വോട്ടും രാജ്യസഭയിൽ 164 വോട്ടും ആവശ്യമാണ്. നിലവിൽ ലോക്സഭയിൽ NDAക്ക് 293 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ വിമതർ, ഷിൻഡെ പക്ഷത്തേക്ക് ചേർന്ന എംപിമാർ, ശരത് പവാർ വിഭാഗം എന്നിവരുടെ പിന്തുണ ലഭിച്ചാൽ ഈ സംഖ്യ 327 വരെ ഉയരാമെന്നാണ് കണക്കുകൂട്ടൽ. എന്നിരുന്നാലും ആവശ്യമായ 360 എന്ന ഭൂരിപക്ഷത്തിലെത്താൻ കൂടുതൽ കക്ഷികളുടെ പിന്തുണ സർക്കാരിന് അനിവാര്യമാണ്. പക്ഷേ BJP ആണ്. അതുകൊണ്ട് എങ്ങനെയും പാർട്ടികളെ സ്വാധീനിക്കാൻ അവർ ശ്രമിക്കും. ഭരണപക്ഷത്തുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് ഒരു പക്ഷേ അത് BJPയുടെ ലക്ഷ്യം വിജയം കാണാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല.